അപ്പോൾ ഇന്ന് വെച്ചാൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട എന്നെ പഠിപ്പിച്ച അധ്യാപകൻ, UP സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകനാണ് ശ്രീ VK ശ്രീധരൻ മാസ്റ്റർ. മാസ്റ്റർ വീട്ടിലാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് മാസ്റ്റർ ആ ഒരു ആദ്യ കാലത്തുള്ള അനുഭവങ്ങൾ, അതുപോലെ UP സ്കൂളിൽ വന്ന ആ ഒരു സമയത്തുള്ള അനുഭവങ്ങൾ, അതാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ മാഷ് നമ്മളെ ആ ഒരു കുട്ടിക്കാലം മുതൽക്കുള്ള ഒരു അനുഭവങ്ങൾ, ഇപ്പോൾ പന്തലൂർക്ക് വന്നതാണ് മാഷ്, പിന്നെ അധ്യാപകനായി അങ്ങനെ വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മാഷ് ആ ഒരു കുട്ടിക്കാലത്തുള്ളൊരു അനുഭവങ്ങൾക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അപ്പോൾ അതാണ് നമുക്ക് പ്രേക്ഷകരോട് മാഷക്ക് പങ്കുവെക്കാനുള്ള. ആദ്യം തന്നെ പത്തനംതിട്ട ജില്ലയിൽ പെരുന്നാട് പഞ്ചായത്തിൽ, പെരുന്നാട് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ വളരെ വലിയൊരു പഞ്ചായത്താണ്. നമ്മൾ ശബരിമലയ്ക്കൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പെരുന്നാട് പഞ്ചായത്തിലാണ്. നമ്മൾ അയ്യപ്പന്റെ പഞ്ചായത്തിൽ ആണ് ശരിക്കും ജനിച്ചു വളർന്നത്. അപ്പൊ കുട്ടിക്കാലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അന്ന് അവിടെ ഗ്രാമപ്രദേശങ്ങളിൽ റോഡുകൾ കുറവാണ്. ചെറിയ ചെറിയ ഊടുവഴികൾ മാത്രം ഉണ്ടായിരുന്ന ആ കാലത്താണ് ഞാൻ ശരിക്കും സ്കൂളിലൊക്കെ പോകുന്നത് ഓടിക്കൊണ്ടാണ്. 1ാം ക്ലാസ്സിലെ GLP സ്കൂൾ നാരായണമൊഴി, ചെറിയ സ്കൂളാണ്. ഒരു ചെറിയ പടമൊക്കെ ഉണ്ട്, അതിലേക്ക് മുകളിൽ ഇങ്ങനെ ചാടിക്കയറി ഓടിക്കളിക്കുക. അത് അന്നൊരു വലിയ അനുഭവമാണ്. അന്ന് ഇന്നത്തെ പോലെയുള്ള സ്കൂളുകൾക്ക് ഗ്രൗണ്ടുകളോ പൂന്തോട്ടങ്ങളോ അങ്ങനത്തെ യാതൊന്നും ഇല്ലാത്ത ആ കാലത്താണ് നമ്മളൊക്കെ പ്രൈമറി വിദ്യാഭ്യാസം തുടങ്ങിയത്. അന്നത്തെ പഠന രീതി എന്ന് പറഞ്ഞാൽ അന്ന് ശരിക്ക് ഗുരുകുല വിദ്യാഭ്യാസത്തിന് ശേഷം ഈ SSA ഒക്കെ വരുന്ന ഈ കാലഘട്ടത്തിൽ ഉള്ള നിലവാരത്തിലുള്ള സമ്പ്രദായങ്ങളൊന്നും ഇല്ലാത്ത ആ കാലത്ത് അധ്യാപകൻ നമ്മളെ, അദ്ദേഹത്തിൻ്റെ അധ്യാപകർ അറിയുന്ന കാര്യങ്ങൾ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുകയും നമ്മളത് വീട്ടിൽ പോയി പഠിക്കുകയും ചെയ്യുക. പ്രൈമറി വിദ്യാഭ്യാസത്തിന് മുമ്പ് എൻ്റെ ജീവിതത്തിലൊരു അനുഭവമുണ്ട്. അനുഭവം എന്ന് പറഞ്ഞാൽ അത് ഈ ആശാമ്പള്ളിക്കൂടം, നമ്മളിപ്പോൾ പലരും ആശാമ്പള്ളിക്കൂടത്തിൽ പഠിച്ചിട്ടുള്ളവരായിരിക്കില്ല. ഞാൻ ആശാമ്പള്ളിക്കൂടത്തിലാണ് എൻ്റെ വിദ്യാഭ്യാസം തുടങ്ങുന്നത്. അന്ന് ആശാൻ അറിയുന്ന കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കും. പക്ഷെ നമ്മൾ എവിടെ പോകണം? ഗുരുവിൻ്റെ വീട്ടിൽ പോകണം. വീട്ടിലെങ്ങനെ ഈ തടുക്കിൽ, ഈ ഓല തടുക്കിലിരുന്നാണ് നമ്മൾ എഴുതി പഠിക്കുന്നത്. അത് മുന്നിൽ മണലുണ്ടാവും, കൈകൊണ്ട് ഇങ്ങനെ വായുവിൽ എഴുതും, മണലിലൊക്കെ എഴുതി പഠിക്കുന്നു. അപ്പോൾ A1 A2 E3 E4 ഇങ്ങനെ അക്ഷരങ്ങളും കണക്കും ഒന്നിച്ചാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഓലയിലാണ് ആശാൻ എഴുത്താണി എന്ന് പറയുന്ന സാധനം കൊണ്ട് എഴുതിത്തരും. എഴുത്താണിയിൽ എഴുതി തരുന്ന കാര്യങ്ങൾ പിറ്റേന്ന് എഴുതി കാണിച്ചു കൊടുക്കണം, അത് വായിച്ചു കേൾപ്പിച്ചു കൊടുക്കണം. മണലിൽ തന്നെ ആശാന്റെ വീട്ടിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ടാവും. മണലുണ്ട്, ഇരിക്കാനുള്ള പിന്നെ തടുക്കുണ്ട്, എല്ലാം. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും രസകരവും തിക്തമായ അനുഭവങ്ങളിൽ ഒന്നാണ് ഇത് ഞാൻ പറയാൻ പോകുന്നത്. 2 അക്ഷരങ്ങൾ, ആദ്യം ഒരക്ഷരത്തിൽ തുടങ്ങും, പിന്നെ കുറച്ച് കഴിഞ്ഞ് 2 അക്ഷരം, 2 അക്ഷരങ്ങൾ എഴുതി തന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസം ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. പ്രയാസം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഇത്രയും പ്രയാസം ഉണ്ടാക്കിയിട്ട് ഒരു സംഭവവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ആ സംഭവം ഞാൻ പറയാം. ആശാൻ ട, അതായത് വളഞ്ഞ ഡ വട്ടത്തിലിട്ട ഇത് ഈ 2 അക്ഷരങ്ങൾ ഒന്നിച്ച് എഴുതി പഠിച്ചു തന്നു. കൊലയിൽ എഴുതി തന്നു. വീട്ടിൽ പോയി പിറ്റേന്ന് നന്നായി പഠിച്ചു കൊണ്ട് വരണമെന്ന് അത് സാധാരണ പറയുന്നതാണ്. അങ്ങനും പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഡ എന്ന അക്ഷരം എഴുതി തന്നിട്ട് ആശാൻ പറഞ്ഞു, ഇത് കണ്ടോ വളഞ്ഞട. അപ്പോൾ ഞാനെന്ത് പൊട്ടക്കണമെന്ന് വിചാരിച്ചേ, ഇത് വളഞ്ഞട. വട്ടത്തിലുള്ള ഇട്ട, അത് വട്ടത്തിൽ ഇട്ട. സന്ദർഭോചിതമായിട്ട് ആശാൻ പറഞ്ഞതാണ് കേട്ടോ. ആശാൻ പഠിപ്പിക്കുക, ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷെ ഞാൻ കടിഞ്ഞു പോടനെന്ത് വിചാരിച്ചു, ഇത് വളഞ്ഞട, ഇത് വട്ടത്തിലിട്ട. അങ്ങനെ ഈ 2 അക്ഷരങ്ങളും വീട്ടിൽ പോയി തടുക്കില്ല. വീട്ടിലുണ്ട് ഈ ഏർപ്പാട് തടുക്കും, ഇരിപ്പോട്ടും മണലും ഒക്കെ അതിലെഴുതി ഇങ്ങനെ പഠിച്ചു. വളഞ്ഞട, വളഞ്ഞടി, അത് ഒറ്റക്ഷരം. വട്ടത്തിലിട്ടു, ഇങ്ങനെ എഴുതി പഠിച്ചു. പിറ്റേ ദിവസം എല്ലാ കുട്ടികളും ആശാൻ പള്ളിക്കൂടത്തിലെത്തി. അപ്പോൾ ഓരോരുത്തരും ഓരോരുടെ പഠിച്ച കാര്യങ്ങൾ എഴുതി കാണിച്ചു കൊടുത്തു. എൻ്റെ സന്ദർഭം വന്നു.
ഞാനിത് എഴുതി. ഇത് എഴുതിയിട്ട് ഇതെന്താണ്? ആ വളഞ്ഞടാ. ആശാനും അടി തുടങ്ങി. അടി എന്ന് പറഞ്ഞാൽ ഊക്കരടിയാണ്. അടി വളഞ്ഞടാ, വളഞ്ഞടീ, വളഞ്ഞിടൂന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അറിയാൻ തുടങ്ങി. അപ്പോൾ ആശാന് കര കയറി അടുത്ത അക്ഷരം എഴുതാൻ തുടങ്ങി. അപ്പോൾ അടുത്ത അക്ഷരം എഴുതി, വട്ടത്തിലിട്ട അടി വീട്. ആശാന് ദേഷ്യം വന്നു. ആശാനെ എഴുത്താണി എടുത്ത് അവിടെ സ്റ്റൂളുണ്ട് ആശാൻ ഇരിക്കുന്നത്, ആ സ്റ്റൂളിലേക്ക് കൈ മലർത്തി വെച്ചിട്ട് ഞാൻ വല്ലത് പറയല്ല, ഇന്നുമുണ്ട് ഈ പാട്, ഒറ്റ കുത്താണ്. ഈ കുത്തിൽ ചോര വന്നു. ചോര കണ്ടിരുന്നാൽ ഞാൻ വീട്ടിലേക്ക് പാഞ്ഞു. അപ്പോൾ വീട്ടിൽ അച്ഛനാണ് ആദ്യം പുറത്തേക്ക് ഇറങ്ങി. എന്താടാ? ആശാൻ നാരായം കൊണ്ട് കുത്തി ചോരാന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി. അച്ഛൻ പെട്ടെന്ന് ആ മുറ്റത്ത് നിന്ന് ശീമക്കുന്ന ഒരു കമ്പം ഓടിച്ചിട്ട് എന്നെ പൂരെ അങ്ങ് തല്ലി. ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിൽ ഉണ്ടായ തിക്തനുഭവം. പക്ഷെ ആ അനുഭവങ്ങൾ ഒരു വലിയ പാഠമായിരുന്നു. അങ്ങനെ ആ അനുഭവത്തിന് വിളിച്ചിട്ട് നമ്മൾ കൃത്യമായി പഠിക്കണമെന്നും ഞാൻ എന്താ ചെയ്യുക, ഇങ്ങനെ വേണം പഠിപ്പിക്കാൻ എന്നുള്ളൊരു മനസ്സിൽ അന്നേ എൻ്റെ ചെറുപ്പകാലം മുതലേ ഉള്ള ഒരു ധാരണ, നല്ല ശിക്ഷ കൊടുത്ത് കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ളൊരു ധാരണ അന്ന് മാഷാകുന്നതിന് മുമ്പ് അന്നും ആകുന്നു എന്നുള്ള ചിന്താഗതിയിലുണ്ടായില്ലെങ്കിൽ പോലും ഭാവിയിൽ എന്തെങ്കിലും ആരെയെങ്കിലും പഠിപ്പിക്കാനൊരു സന്ദർഭം കിട്ടിയാൽ ഇങ്ങനെ പഠിപ്പിക്കണമെന്ന് ചിന്തിച്ച മനസ്സിലാക്കി വെച്ച സമയം. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് മുതൽ റബ്ബർ വെട്ടും. കുറേ റബ്ബറുണ്ട് വീടിനന്ന് നമ്മുടെ വീട്ടിൽ ആ കാലത്തുണ്ട്. ആ കാലത്തുണ്ട്. റബ്ബർ വെട്ട് എനിക്ക് ശീലിച്ച് റബ്ബർ വെട്ടി പാലെടുത്ത് അരിച്ചു വെച്ചിട്ടാണ് ഞാൻ സ്കൂളിൽ പോവുക. ആ കാലത്ത് 4 സിനിമ വരെ കണ്ടിട്ടുണ്ട്. സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മാറ്റിനി, സെക്കൻഡ് ഷോ, ഫസ്റ്റ് ഷോ തുടങ്ങിയ എല്ലാ ഇതിനും പോയി കാണാൻ പതിവുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് റാന്നി BTSലാണ് ഞാൻ TTC പഠിച്ചത്. ഏതായാലും TTC കഴിഞ്ഞു. പിന്നെ ജോലി അന്വേഷിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഇവിടെ ഈ സോമൻ എന്ന് പറഞ്ഞ ഈ വാഴക്കാട് അക്കര, വാഴക്കാട് അറിയാമല്ലോ, അരീക്കോട് ഭാഗത്ത് വാഴക്കാട് ഉള്ള അന്ന് ഈ സോമന്റെ കൂടെ ഇവിടെ താമസിച്ച 1.5 മാസം. അപ്പോൾ 1.5 മാസത്തിനിടയ്ക്ക് 2 പ്രാവശ്യം ഇന്റർവ്യൂ ഉണ്ട്. എംപ്ലോയ്മെന്റ് പേരൊക്കെ രജിസ്റ്റർ ചെയ്ത് ഇവിടെ എന്നിട്ടാണ് അവിടെ നിൽക്കുന്നത്. എംപ്ലോയ്മെന്റ് പേര് രജിസ്റ്റർ 2 പ്രാവശ്യം ഇന്റർവ്യൂ കിട്ടിയിട്ട് ഇന്റർവ്യൂവിന് കിട്ടിയില്ല. ഈ ഓഫീസിൽ പോയി ഒന്ന് മഞ്ചേരി ആയിരുന്നു, ഒന്ന് അന്ന് ഇന്റർവ്യൂവിന് കിട്ടിയത്, പിന്നെ ഒന്ന് കോഴിക്കോടായിരുന്നു. ഏതായാലും അന്ന് മലപ്പുറം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ജില്ല വരുന്നതിന് മുമ്പാണ് ഈ സംഭവം വരുന്നത്. മലപ്പുറം ജില്ല വരുന്നതിന് മുമ്പ് അന്ന് ഇന്റർവ്യൂവിൽ 2 കിട്ടാത്തത് കൊണ്ട് 2 പ്രാവശ്യവും എംപ്ലോയ്മെന്റ് ചെന്ന് വിവരം പറയും. കോഴിക്കോട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആണ് എന്ന് പറഞ്ഞ് കിട്ടിയില്ല, ഇന്ന കാരണം കൊണ്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. കുറേ അധികം ആൾക്കാർ ഇന്റർവ്യൂവിലുള്ളതുകൊണ്ട്. അപ്പോൾ അവര് അന്ന് ആ ക്ലർക്ക് എന്നോട് ചോദിച്ചു, ആനക്കയം പഞ്ചായത്ത്, മലപ്പുറം ജില്ലയിലുള്ള ആനക്കയം പഞ്ചായത്തിലൊരു സ്കൂളുണ്ട്, ആ പഞ്ചായത്ത് സ്കൂളിൽ ഇപ്പോൾ ഒരു പോസ്റ്റ് ഉണ്ട് UPS, താല്പര്യമുണ്ടെങ്കിൽ ഇന്റർവ്യൂവിന് അവിടേക്കൊരു ലിസ്റ്റ് നിങ്ങളുടെ പേരുൾപ്പെടും. ഞാൻ പറഞ്ഞു താല്പര്യമുണ്ട്, പോകാനുള്ളത്. അങ്ങനെ ആണ് ഞാൻ മലപ്പുറം ജില്ലയിലേക്ക് വരുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ പന്തലൂർ വരുന്നത്. പഞ്ചായത്ത് ഓഫീസ് എന്ന് പറയുന്നത് അന്ന് ആനക്കയം ജംഗ്ഷനിലെ ആ തോരപ്പാട് ഒരു ബിൽഡിംഗ് ഉണ്ട് പഴയ കാലത്ത്, ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും അത് അറിയത്തില്ല. അതിൻ്റെ മുകളിൽ അപ്സ്റ്റെയർ എന്നൊക്കെ പറഞ്ഞാൽ വാർപ്പൊന്നുമല്ല, കോണി, തടിക്കോണിയിൽ ഇങ്ങനെ ചാടി കയറി മുകളിലെത്തില്ല. അവിടെ നിന്നാണ് ഇന്റർവ്യൂ നടത്തിയത്. 1969 ഒക്ടോബർ 18 ഈ സംഭവം. അപ്പോയിന്റ്മെന്റ് ഓർഡർ അന്ന് പറഞ്ഞ പഞ്ചായത്തിലെ വർക്ക് നമ്മൾ ഈ നെറ്റ്വർക്കും ഉള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാലമാണല്ലോ. കടലാസ് എല്ലാം ടൈപ്പ് ചെയ്ത് അടിച്ച് സാധാ പഴയ ടൈപ്പ് റൈറ്ററിൽ അപ്പോയിന്റ്മെന്റ് ഓർഡർ ടൈപ്പ് ചെയ്ത് ഒക്കെ 3 കോപ്പി ഒപ്പിട്ട് തരണമെങ്കിൽ സമയം. അപ്പോൾ 7:15 വൈകുന്നേരം 7:15 എനിക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടുന്നത്. ഈ അപ്പോയിന്റ്മെന്റ് ഓർഡറും അപ്പോൾ ഒരു സൂട്ട് കേസ് ഉണ്ട്, അതുമായിട്ടൊക്കെയാണ് വരുന്നത്. ഈ പൈസയൊക്കെ ഇനി വീട്ടിൽ പോയി കൊണ്ടുവരണം, എന്തെങ്കിലുമൊക്കെ അന്വേഷിച്ച്, അവർക്കറിയില്ലല്ലോ. ഈ അപ്പോയിന്റ്മെന്റ് ഓർഡറും സൂട്ട് കേസിൽ വെച്ചിട്ട് നോക്കണം ഒരു ഗ്രഹപ്പുഴ. അന്ന് കടലുണ്ടിപ്പുഴ കര കവിഞ്ഞൊഴുകാൻ തുടങ്ങി. വൈകുന്നേരം
ഞാൻ വരുന്ന സമയത്ത് ഭയങ്കര മഴയാ. ആനക്കയത്തുന്നല്ലേ ആനക്കയത്ത്. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് അന്ന് ബസ് സർവീസ് ഇല്ല. ഇല്ല. നമ്മൾ ഈ ചിറ്റത്തുപാറ കടവ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ ഞാൻ ഇതെല്ലാം വായിച്ചത് ഇപ്പൊ ചിറ്റത്തുപാറ കടവിൽ വന്നപ്പം കര കവിഞ്ഞ് കടലിൽ പുഴ. അന്ന് വരെ 2 ദിവസം മുമ്പ് ഒരു വെള്ളമില്ലാത്ത പുഴയാ. ഞാനീ കൈലിയൊക്കെ സൂട്ട് കേസിൽ എടുത്തു കൊടുത്ത് ബനിയ മാത്രം ഷർട്ടൊക്കെ സൂട്ട് കേസ് വെച്ച് വാച്ചും എല്ലാം കെട്ടി അതിനകത്താക്കി ഈ സൂട്ട് കേസ് തലയിൽ വെച്ചിട്ട് പുഴ അക്കരെ നീന്തിയെത്തി ചിറ്റത്തുപാറ കടവ് അടുത്ത്. അത് രസകരമായി. എനിക്കത് ഇത് പറയുമെങ്കിലും വലിയ രസം തോന്നിയെങ്കിലും ഉള്ളിലൊരു ഭയമുണ്ട്. ചെറുപ്പം മുതലേ ഞാൻ പമ്പാ നദിയുടെ തീരത്ത് വളർന്ന ആളായോണ്ട് പമ്പയുടെ വെള്ളച്ചാട്ടങ്ങൾ വെള്ളമുള്ള സമയത്തൊക്കെ നീന്തി ഇതെല്ലാം ശീലമുള്ള പോയത്. അങ്ങനെയാണ് ഞാൻ പോകുന്നത്, അല്ലെങ്കിൽ പോരില്ലല്ലോ. അങ്ങനെ നീന്തി കിടന്നു ഇക്കരെ എത്തിയപ്പോ തോണിക്കാരനുണ്ട്. ഏതോ ഒരാവശ്യം കഴിഞ്ഞിട്ട് തോണി പകലേ ഉള്ളൂ, ഒരു 7 മണി കഴിഞ്ഞാൽ പിന്നെ തോണിയില്ല. അപ്പൊ ഞാൻ വരുമ്പോ 7 മണിയല്ലല്ലോ, അതിലേറെ ആയില്ലേ, 8 മണിയോടെ അടുത്തായി അവിടെ കാണുമ്പോ. നിങ്ങള് എവിടുന്ന ഈ സമയത്തൊന്നും ഇതിലെ ആൾക്കാർ വരാറില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഈ സംഭവമൊക്കെ അങ്ങരോട് പറഞ്ഞു, ഇത് പോവാണ്, പിന്നെ സ്കൂളിലേക്ക് പോവാണ്, നിയമനം കിട്ടിയിട്ട് പോവാണ്. കടലിന് ഇപ്പോഴാണ് നീണ്ടി കാണുന്നത്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നടന്ന്, അന്നൊക്കെ നടപ്പേ ഉള്ള ഇത് നടന്ന് പന്തലൂര് UP സ്കൂൾ, പഞ്ചായത്ത് AUP സ്കൂള് അന്വേഷിച്ച് കണ്ടുപിടിച്ച് പഞ്ചായത്ത് സ്കൂളിലേക്ക് പോകാനായിട്ട് ഞാൻ ഇങ്ങനെ തിരിയുമ്പോൾ അവിടെ തോമസ് മാഷ്, പണ്ട് നമ്മളെ ഹിന്ദി മാഷ് ഉണ്ടല്ലോ, തോമസ് മാഷ് താമസിക്കുന്ന സ്ഥലം. അതായത് ഇന്ന് ഞാൻ താമസിക്കുന്ന വീട് ഒരു ചെറിയ കെട്ടിടമായിരുന്നു. അന്നത് അവിടെ മാഷും പൊന്നപ്പൻ എന്നും പറഞ്ഞ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു. പിന്നെ 2-3 ടീച്ചേഴ്സ് വേറെ ഉണ്ട് ഇവിടെ താമസിക്കുന്നത്. അവരാണ് അവിടെ താമസിക്കുന്നത്. അന്ന് ഞാൻ തോമസ് മാഷോട് ആദ്യം ഇവിടെ വന്ന് പിന്നെ സംസാരിച്ചത് തോമസ് മാഷോട്. തോമസ് മാഷ ഇവിടുന്ന ഞാൻ പറഞ്ഞിങ്ങനെ റാന്നിന്നാ വരുന്നത്, ഇത് ജോലി കിട്ടിയിട്ട് വരികയാണെന്നൊക്കെ പറഞ്ഞു. ശരിയാണ്, നിങ്ങൾക്ക് ഇവിടെ താമസിക്കാമെന്ന് പറഞ്ഞു. ഇവിടെ തന്നെ താമസിക്കാം, പിന്നെ നമുക്ക് നാളെ സ്കൂളിലേക്ക് പോവാം, ഒന്നിച്ചു പോകാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ വന്ന് ഇവിടുത്തെ അന്തേവാസിയായി ഇവിടെ ജീവിതം തുടങ്ങിയാണ്. അന്നിപ്പോ ഇത് ക്വാർട്ടേഴ്സ് ആണോ അങ്ങനെ? അല്ല, ഒരു ചെറിയ വാടകയ്ക്ക് അനന്തത്തെ അദ്ദേഹത്തിന്റെ കെട്ടിടമായിരുന്നു. പുള്ളിയോടൊന്നും ചോദിക്കില്ല, ഇവരെ ചോദിച്ചിട്ടുമില്ല എന്നെ താമസിക്കരുത്, അങ്ങനല്ലേ ഇവിടെ വരുന്നവര് അവിടെ താമസിക്കുന്നത്. അവിടെ താമസം തുടങ്ങി. ആ താമസം തുടങ്ങിയതിന് ശേഷം ഇന്നും താമസിക്കുന്നത് ഇവിടെ തന്നെയാണ്. പക്ഷെ ഇന്ന് കുറെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അത് പക്ഷേ അപ്പോയിന്റ്മെന്റ് ഓർഡർ തന്നെങ്കിലും അത് കൊടുക്കാൻ വൈകി. അപ്പോയിന്റ്മെന്റ് 7 ദിവസത്തിനുള്ളിലാണ് അപ്പോയിന്റ്മെന്റ് ഓർഡർ അന്ന് കൊടുക്കേണ്ടത്. ഇന്നും വിത്തിൻ 15 ഡേയ്സ് എന്നാണ് ഗേരിയ റൂള്. അത് വൈകിപ്പിച്ചതുകൊണ്ട് എൻ്റെ അപ്രൂവലായില്ല. 2.5 കൊല്ലം ചിന്തിക്കണം, 2.5 കൊല്ലം ശമ്പളം ഇല്ലാതെ പന്തലൂര് വർക്ക് ചെയ്യേണ്ടി വന്നത് ആ കാലത്ത്. അന്ന് എന്നെ സഹായിച്ച മൺമറഞ്ഞു പോയ ഏറ്റവും എൻ്റെ ആരാധ്യനായ എന്ന് പറയാം, അത്രയും വിശാലമായ നമ്മുടെ ഇവിടെ ഹോട്ടൽ മുബാറക്ക്, പേര് യൂസുഫാക്കയാണ് എന്നെ ഒന്ന് സഹായിച്ചത്. ഒരു നോട്ട് ബുക്ക് ഒന്ന് എനിക്ക് വേണ്ടി തന്നു. അതിൽ രാവിലത്തേത് ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ഉള്ള ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കണക്കെഴുതി വയ്ക്കും. ഏതാണ്ട് 2.25 കൊല്ലം വരെയുള്ള കണക്ക് ഒരു പൈസ യൂസുഫാക്കാന് ഞാൻ കൊടുത്തിട്ടില്ല അന്നത്തെ കാലത്ത്. അദ്ദേഹം എന്നെ വളരെ സഹായിച്ചു. സഹായിക്കല്ല, എന്നെ ഇവിടെ പിടിച്ചു ചെയ്യാൻ സഹായിച്ചത് അദ്ദേഹമാണ്. അതിന് ശേഷം 2.5 കൊല്ലത്തിനുള്ളിൽ അപ്രൂവലൊക്കെ ആയി. DO ഒക്കെ ഇങ്ങനെ പോയിട്ട് അത് അന്ന് അപ്രൂവലായി കിട്ടിയത്. ശമ്പളം ഒന്നിച്ച് കിട്ടിയപ്പോൾ വലിയൊരു സംഖ്യ കിട്ടി. ഒരു ചായക്ക് അതിന് 50 പൈസയും ഒരു മീനും 50 അല്ല 10 പൈസയോ. ഒരു മീൻ കൂട്ടിയ ഒരു ഊണ്, നല്ലൊരു സ്റ്റാൻഡേർഡ് ഊണിന് 60 പൈസയൊക്കെ ഉണ്ടായിരുന്ന കാലമാണ്. 69 ഒക്ടോബർ എന്ന് പറഞ്ഞു. 1969 ഒക്ടോബർ 31 ഞാൻ ഈ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത്.
ഞാൻ ഇബ്രാഹിം കുട്ടി മാഷാണ് അന്ന് ഹെഡ് മാഷ്. അറ്റൻഡൻസ് റേഷ്യൽ പേരെഴുതി ഒപ്പിട്ട് ടൈമൊക്കെ വെച്ച് ഒപ്പിട്ടു. അങ്ങനെ ഔദ്യോഗിക ജീവിതം 1969 സെപ്റ്റംബർ 31 ആരംഭിച്ചു. മാഷ് ഇപ്പൊ വരുന്ന സമയത്ത് ഇപ്പൊ ആര് ജോയിൻ ചെയ്ത ആ ഒരു കാലത്ത് ഇവിടെ UP സ്കൂളിൽ ഉണ്ടായിരുന്ന അധ്യാപകരെ പെങ്ങളാവ് കുന്നത്ത് എന്ന പറമ്പിലാണ് ശരിക്കും ആ കെട്ടിടം വരുന്നത്. അത് സ്ഥല സൗകര്യങ്ങൾ, ഭൗതിക സൗകര്യങ്ങൾ തീരെ ഇല്ലാത്ത ഒരു കാലമാണെന്ന് ഞാൻ വരുമ്പോൾ. അതിന് മുമ്പ് അബീദ് മാഷായിരുന്ന കാലത്ത്, പക്ഷെ ഞാൻ ഇവിടെ ഇല്ല, വരുന്നതിന് മുമ്പാണ്. അതാ തെക്കുംപാട് ഒരു മദ്രസ ബിൽഡിങ്ങിലാണ് ഈ UP സ്കൂൾ തുടങ്ങുന്നത്. അതിൽ കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് ഇങ്ങോട്ട് മാറ്റി. 69 അത് കംപ്ലീറ്റ് ആകുന്നത്. 69 അതായത് 7ാം ക്ലാസ് വരുന്നത് 69 അങ്ങനെ 7ാം ക്ലാസ് വരുന്ന സമയത്ത് ആണ് ഞാൻ ഇവിടെ എത്തുന്നത്. കംപ്ലീറ്റ് ഈ UP കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് ഞാൻ വരുന്നത്. അന്ന് ഇവിടെ വരുമ്പോൾ ഇബ്രാഹിം കുട്ടി മാഷ്, ഹെഡ് മാഷ്, ടീച്ചർ, പിന്നെ രാംബറോസ് മാഷ്, അത് ചിറ്റത്തോറ സ്കൂളിൽ താമസം ഇവിടെയാണ് അന്ന്. പിന്നെ സ്കൂളിൽ ആകെ ഉള്ളത് അന്ന് 12 പേരാണ്. അതിൽ അറബിയുണ്ട്. അറബി ഒരു ഈ മംഗളയിലുള്ളൊരു മാഷായിരുന്നു. പിന്നെ ഹിന്ദി തോമസ് മാഷ്, ആദ്യം പോലെയുള്ള ആളെയാണ്. അത് കഴിഞ്ഞ് കുറെ അധികം ടീച്ചേഴ്സ് അതിനിടയ്ക്ക് പോയി. പിന്നെ പുതിയതായിട്ട് ചിലർ വന്നു. ഒരു ഇന്ദിര എന്നും പറഞ്ഞൊരു ടീച്ചർ ഉണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾ, ഒരുപാട് കിടന്നു പറഞ്ഞാൽ 75, 80, 100 വരെ ഒരു ക്ലാസ്സിൽ, ഡിവിഷനില്ല. ഭൗതിക സാഹചര്യങ്ങൾ അത്രയും മോശമായ ആ കാലത്താണ് ആ സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്യുന്നത്. അന്ന് ഓടാണ് കംപ്ലീറ്റ് ഓടാ. എല്ലാവരും ബിൽഡിങ് 3 ബിൽഡിംഗ് ഉണ്ട്. ഞാൻ വരുമ്പോൾ ആ താഴെയുള്ള ബിൽഡിങ് ഇടയ്ക്കൊന്ന്, പിന്നെ നമ്മളിപ്പോൾ ഓഫീസറും ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആ സ്ഥലത്തും ഒക്കെ ക്ലാസ് ഉണ്ട്. അന്ന് ഉച്ചക്കഞ്ഞി ഇവിടെ അരിയൊക്കെ എടുത്തു കൊടുക്കുന്നു. ഇബ്രാഹിം ക്ലാസ് ഇവിടെ താമസിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് ചിലപ്പോൾ എന്നെ കൂടെ വിളിക്കും, പോയി അരിയൊക്കെ അളന്ന് ഒരു കൊടുക്കും, അവർ വയ്ക്കും. നഫീസ, നമ്മുടെ ഉമ്മർ ഡ്രൈവറുടെ ഭാര്യ, ഉമ്മറിന്റെ ഭാര്യ നഫീസയും ഈ വിലാസിനിയുമാണ് അത് ഉണ്ടാക്കി കൊടുക്കുന്നത്. വിളമ്പുന്ന അധ്യാപകരെ എല്ലാം കൂടെ കൂടിയാണ്. കൊല്ലടിയ ഓരോ ക്ലാസ്സിന്റെ കുട്ടികൾ വരിയായി വന്ന് കഞ്ഞി വാങ്ങിച്ചു പോകും, കുടിക്കാനായിട്ട് ക്ലാസ്സിലേക്ക് കൊണ്ടുപോകും. അന്നിപ്പോ കഞ്ഞി പയർ ആയിരിക്കും അല്ലേ? കഞ്ഞി പയറും അന്നും. ഇന്ന് പിന്നെ സാമ്പാറും ഒക്കെ ചേർത്ത് വിപുലമായ രീതിയിൽ മാറിയില്ലേ? ഇന്ന് ഒരു 60 വയസ്സിന് ചുവടെയുള്ളവരൊക്കെ എൻ്റെ ശിഷ്യന്മാരാ. പിന്നെ നമ്മൾ അബ്ദുറഹിമാൻ മാഷ്, സെയ്ദലി മാഷ് എൻ്റെ സ്റ്റുഡൻ്റാണ് ഞാൻ വരുന്ന കാലത്ത്. അദ്ദേഹം നമ്മുടെ കൂടെ ഒന്നിച്ച് ഇവിടുന്ന് റഹ്മാൻ കിടങ്ങയം ഇങ്ങോട്ട് അവിടുന്ന് കിടങ്ങയം, ആനക്കയം, ചിറ്റത്തുപാറ, ആ ഭാഗത്തുനിന്നുള്ളവരെല്ലാം UP സ്കൂളിലാണ് പഠിച്ചത്. നമ്മൾ ഈ ഏരിയക്ക് ഒരു സ്കൂളേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ പഠിപ്പിച്ചത് ശരിക്കും ഇംഗ്ലീഷ് ആണെങ്കിലും കണക്കും സയൻസും ഒക്കെ ഏതാ സബ്ജക്ട് സിസ്റ്റം വന്നിട്ടില്ല അല്ലല്ലോ. അന്ന് ജനറലായിട്ട് എല്ലാ ഒരു കൊല്ലം, ഇപ്പം അടുത്ത ഈ കൊല്ലം കണക്കെടുത്ത് അടുത്ത കൊല്ലം ഇംഗ്ലീഷ് ആയിരിക്കും. ചിലപ്പോൾ അങ്ങനെ കൂടുതൽ എടുത്തിട്ടുള്ളത് ഇംഗ്ലീഷാണ്. സയൻസും ഏതാണ്ട് ഒപ്പത്തിനൊപ്പം പറയാം. പിന്നെ 72 നവംബർ 1 ഹെഡ് മാഷായി. പന്തലൂർ പൊതുജന വായനശാലയുടെ സെക്രട്ടറി ആയിട്ട് ഞാൻ ചാർജ് എടുത്തു. അന്ന് സെക്രട്ടറി ആകാൻ ആരും ഇല്ല. ചാർജ് എടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ പോയി ആരെങ്കിലും ഇന്ന് പറയുമ്പോൾ പോയി അവിടെ ഇരിക്കുക. അങ്ങനെ ആ ലൈബ്രറി സെക്രട്ടറി ആയിട്ട് ഇരുന്ന കാലമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ വിലപ്പെട്ട സമയം. കാരണം ധാരാളം പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ പന്തലൂർ പൊതുജന വായനശാലയിലുള്ള അന്നുള്ള പുസ്തകങ്ങളിൽ എല്ലാം എന്ന് പറയാം, മുഖ്യതൊന്നുമല്ല, എല്ലാം വായിച്ച അനുഭവങ്ങൾ. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സമ്പത്താണ്. ഇന്നും എനിക്കത് പറയുന്നതിൽ സന്തോഷമുണ്ട്. അന്ന് PN പണിക്കർ സാറ് ഒരിക്കൽ ലൈബ്രറിക്ക് അന്ന് ഗ്രാൻഡ് ഒന്നും ഇല്ലായിരുന്നു. അദ്ദേഹം എൻ്റെ ഇവിടെ വന്ന് നമ്മുടെ ലൈബ്രറി സന്ദർശിക്കുകയും ഇതൊന്ന് പുനരുദ്ധരിക്കാൻ ശ്രമിക്കണം അങ്ങനെ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ച് ഞങ്ങൾ വീടാന്തരമാണെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് ഒരു 2 പുസ്തകങ്ങളെങ്കിലും തരണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ 1200 പുസ്തകം പല വീടുകളിൽ നിന്ന് ശേഖരിച്ച് അതിൽ സ്റ്റോക്ക് എഴുതി പിന്നെ പണിക്കർ സാറിന് വിവരം കൊടുത്തു. അദ്ദേഹം പിന്നെയും വന്നു ഇത് അംഗീകരിച്ചു. അങ്ങനെ പന്തലൂർ പൊതുജന വായനശാലയുടെ ഗ്രാൻഡ് അനുവദിച്ച് കിട്ടി.
അതൊരു വലിയ സംഭവമായിരുന്നു അന്ന്. അപ്പൊ അന്നും സ്കൂളിലൊക്കെ നമുക്ക് ഇപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്തുണ്ട് ഈ സാഹിത്യ സമാജം എന്ന് പറഞ്ഞ കലാപരമായ കാര്യങ്ങളൊക്കെ അന്നൊക്കെ ഉണ്ട്. അപ്പൊ മാഷ ഒരു കലാപരമായ കാര്യങ്ങളിലൊക്കെ ഉള്ള താല്പര്യം എങ്ങനെയാണ്? സാഹിത്യ രംഗത്തൊക്കെ അല്ലെ നമ്മൾ പണ്ടേ തൽപരരാണ്. ചെറുപ്പത്തിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ ഈ സാഹിത്യ സമാജങ്ങളിലെ പങ്കെടുക്കുകയും താല്പര്യത്തോടെ പങ്കെടുക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്ത അനുഭവം വെച്ച് ഇവിടെ എന്നിട്ട് ഈ സാഹിത്യ സമാജം ഒന്ന് സ്കൂളില് വിപുലീകരിച്ച് അത് നല്ലൊരു മാതൃക രീതിയിൽ എല്ലാ ക്ലാസ്സുകളിലും സാഹിത്യ സമാജം നടത്തുകയും ഞാൻ പോയി ഭാഷ നിലയ്ക്ക് നിരീക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? കായിക രംഗത്ത് കായിക ഇനത്തിൽ അന്നും താല്പര്യമുണ്ട്. കായിക ഇനത്തിൽ ഞാൻ നമ്മുടെ അനീഫാഷുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് ഒരു ഭാഗത്ത് ഞാൻ നിൽക്കും, മറ്റേ ഭാഗത്ത് സ്റ്റാർട്ടിംഗ് പോയിന്റിലും ഫിനിഷിംഗ് പോയിന്റിലും ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഭാഷ ഉണ്ടാവും, അല്ലെങ്കിൽ ഞാനുണ്ടാവും. അങ്ങനെ നിന്ന് ഞങ്ങൾ കോച്ചിങ് നടത്തി. അന്ന് മലപ്പുറം സബ് ജില്ലയായിരുന്ന കാലത്ത്, മലപ്പുറത്തായിരുന്നു സബ് ജില്ല. അന്നൊന്നും ഒരു ഇനത്തിലും ഒരു തേർഡ് പോലും കിട്ടിയിട്ടില്ല. പങ്കെടുക്കും, വിജയകരമായി പോരും. തിരിച്ചു വന്നിട്ട് മഞ്ചേരിയിലേക്ക് ഈ കുറെ സ്കൂളുകൾ ചേപ്പൂർ ഒഴികെയുള്ള ഈ ഭാഗത്തെ ചിറ്റത്തുപാറ, പന്തല്, GMLP, GLP, സെന്റ് ജോസഫ് തുടങ്ങിയുള്ള എല്ലാ സ്കൂളുകളും മഞ്ചേരി സബ് ജില്ലയിലാക്കിയതിന് ശേഷം പങ്കെടുത്ത എല്ലാ സബ് ജില്ലാ കലോത്സവങ്ങളിലും സ്പോർട്സിലും ഒക്കെ നിലവാരം പുലർത്തി. സ്പോർട്സിൽ എല്ലാ കൊല്ലവും തുടർച്ചയായിട്ട് നമ്മുടെ സ്കൂളായിരുന്നു ചാമ്പ്യൻഷിപ്പ്. UP സ്കൂളിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികളെയും ഓട്ടത്തിൽ പങ്കെടുപ്പിക്കും, ചാട്ടത്തിൽ പങ്കെടുപ്പിക്കും. ഇന്നിപ്പോ അത് തുടർന്നു പോരുന്നുണ്ട്. തുടർന്നു പോകുന്നുണ്ട്. ഇടയ്ക്ക് ഒരു കൊല്ലം പോയി. എന്തായാലും അതെന്താണെന്ന് ചോദിച്ചാൽ അന്ന് വരെ ഇല്ലാത്ത ഒരു രീതി. എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിക്കുക, അതിൽ തിരഞ്ഞെടുക്കുന്ന ആളുകളെ കാര്യപ്പെട്ട ശേഷി ഉള്ള ഈ രംഗത്ത് പ്രഗത്ഭരായ കുട്ടികളെ കണ്ടെത്തിയിട്ട് അവർക്ക് പ്രത്യേക കോച്ച് കൊടുത്ത് അങ്ങനെ അതിങ്ങനെ തുറന്നുകൊണ്ട് എല്ലാ കൊല്ലങ്ങളിലും സബ് ജില്ലാ ചാമ്പ്യൻഷിപ്പ്, ഒരു കൊല്ലം ജില്ലാ ചാമ്പ്യൻഷിപ്പ് UP വിഭാഗത്തിൽ കിട്ടി. അതൊക്കെ വലിയൊരു അനുഭവമായിരുന്നു. അതിന്റെ മുഖ്യ സൂത്രധാരകൻ PP ഹനീഫ, മുഹമ്മദ് ഹനീഫ. അദ്ദേഹം ഇന്ന് മലപ്പുറത്തുണ്ട്, ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്, കാണാറുണ്ട്. പുള്ളിയാണ് അതിന്റെ ശില്പി എന്ന് പറയാം. അതിനുശേഷം രംഗത്ത് ഇപ്പോഴും അതേ രീതിയിൽ തുടർന്നു പോകുന്നുണ്ട്. റിട്ടയർ ആയത് 8/6/48 എൻ്റെ ജന്മദിനം. അതിൽ പറഞ്ഞാൽ ഞാൻ ജൂൺ 2003 ജൂൺ മാസം ആണ് ഞാൻ 30-ആം തീയതി റിട്ടയർ ചെയ്തു. ഇനിയിപ്പോ മാഷ കുടുംബത്തിനെ കുറിച്ച് ഒന്ന് പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്താം. കുടുംബം എന്ന് പറയുമ്പോൾ ഞങ്ങൾ എൻ്റെ അച്ഛൻ, അമ്മ പോയി മൺമറഞ്ഞു പോയി. പിന്നെ നിലവിൽ ഇപ്പൊ 2 സഹോദരങ്ങൾ, 3 പേരാണ്. ഒന്ന് ജ്യേഷ്ഠനാണ്, അദ്ദേഹം നാട്ടിലുണ്ട്. ഭാര്യ കൗസല്യ. ഒരു കൊല്ലം ഈ UP സ്കൂളിൽ പഞ്ചായത്ത് UP സ്കൂളിലെ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ PSC കിട്ടി, കൈപ്പഴ പോയി. GMLP സ്കൂൾ പന്തലൂരിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. 2 മക്കളിൽ മൂത്ത മകള് ചിറ്റത്തുപാറ സ്കൂളിൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്, ഷിജി SS. ഷൈജു മകൻ SS ഷൈജു എന്നാണ് ശരിക്കുള്ള പേര്. ബാംഗ്ലൂർ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇത്രയും അധികം സമയം നമുക്ക് വേണ്ടിയായിരുന്നു നമ്മുടെ മാഷ പഴയ അനുഭവങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദി. സന്തോഷം.